ലൈഫ് മിഷൻ പദ്ധതി വഴി അപേക്ഷകർക്ക് ലഭിച്ച പണം തട്ടിയെടുത്ത് ഉപയോഗശൂന്യമായ വീടുകളും അംഗനവാടികളും നിർമ്മിച്ച വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിലിപ്പോൾ കോൺഗ്രസ് മുൻ പ്രാദേശിക നേതാവ് സത്യനേശിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കമ്പനിമുക്ക് സ്വദേശിയായ പ്രശാന്തിയുടെ പരാതിയിൽ ആര്യനാട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പ്രശാന്തിയുടെ മകൾക്ക് ജോലിയും നഴ്സിംഗ് സീറ്റും വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത സുരേഷിനെതിരെയും കേസെടുത്തിരിക്കുന്നു. ടി വി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, പലതരം തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായതാണ്. അതിലിപ്പോൾ ഒരു പരാതിയിൽ കേസെടുത്തിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഡി സത്യനേശൻ മുൻ കോൺഗ്രസ് പ്രാദേശിക നേതാവാണ്, മുൻ പഞ്ചായത്ത് അംഗമാണ്. വെള്ളനാട് പഞ്ചായത്തിലെ അംഗം എന്ന നിലയിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടുന്ന വീടുകളിൽ താൻ നിർമ്മാണം പൂർത്തിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പണം വാങ്ങി വീടുകൾ ഉപയോഗശൂന്യമാക്കുന്ന നിലയിലുള്ള നിർമ്മാണമാണ് ഈ ഡി സത്യനേശൻ നടത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, പലപ്പോഴും പരാതി പറയുന്ന സമയത്ത് അവരോട് ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രശാന്തിയുടെ കേസാണെങ്കിൽ, പ്രശാന്തി കമ്പനിമുക്ക് സ്വദേശിയാണ്, ഒരു ദളിത് സ്ത്രീയാണ്. അവർക്ക് PMAY പദ്ധതി പ്രകാരമാണ് 4 ലക്ഷം രൂപ കിട്ടിയത്. അവരുടെ കയ്യിൽ നിന്ന് 4.5 ലക്ഷം രൂപ വാങ്ങി ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ വീടുണ്ടാക്കി. അവസാനം പഞ്ചായത്തിൽ നിന്ന് എഞ്ചിനീയർമാരുണ്ടാക്കി വീട്ടിൽ താമസിക്കരുതെന്ന് നിർദ്ദേശം നൽകി. കാരണം അതിൻ്റെ തറ ഉയർത്തിയില്ല, മെയിൻ സ്ലാബ് വാർക്കുന്ന സമയത്ത് അതിന് ബീമിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കോൺക്രീറ്റ് സ്ലാബ് വളഞ്ഞിരിക്കുകയാണ് വിനീത. ആ രീതിയിൽ ആ സ്ത്രീയെ വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു ഈ പറയുന്ന ഡി സത്യനേശൻ. ആ സമയത്ത് ഒരുപാട് പരാതി കൊടുത്തു, ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. അതിനിടയിൽ തന്നെ ഈ സത്യനേശൻ പരിചയപ്പെടുത്തിയ സുരേഷ് എന്നയാൾ മകൾക്ക് നഴ്സിംഗ് സീറ്റും ജോലിയും വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപയും തട്ടിയെടുത്തു. അങ്ങനെ 20 ലക്ഷം രൂപയാണ് ആകെ തട്ടിയെടുത്തത് ഈ സ്ത്രീയിൽ നിന്ന്. ഒരുപാട് പേർക്ക് പരാതി കൊടുത്തു, ഒരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെയാണ് റിപ്പോർട്ടർ ഇവരുടെ സങ്കടം പുറത്തു കൊണ്ടുവരുന്നത്. അതിന് പിന്നാലെയാണ് SP-യുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആര്യനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുരേഷിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടുപേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ചെയ്തത്. ലൈഫ് മിഷൻ വീട് മാത്രമല്ല, 17 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള അംഗനവാടി നിർമ്മിച്ചിട്ട് അതും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ചുരുക്കത്തിൽ ഈ സത്യനേശൻ പഞ്ചായത്തിലെ മുൻ മെമ്പർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് മിഷനിൽ വരുന്ന വീടുകളെല്ലാം പിടിച്ച് നിർമ്മിച്ചു കൊടുത്തൊടുവിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയാണ് വെള്ളനാട്ടിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സത്യനേശനെതിരെയും ഒപ്പം സുരേഷിനെതിരെയും കേസെടുത്തിരിക്കുന്നത് വിനീത. അതാണ് വാർത്തയുടെ ഇടപെടൽ. ഏതായാലും